ആർക്കാണ് ഒരു വെറൈറ്റി ഇഷ്ടമല്ലാത്തത്? എന്നും ഒരേപോലെ കഴിക്കാതെ ഇടയ്ക്കൊക്കെ വ്യത്യസ്ത രീതിയിലൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാട്ടോ ഇത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇനി കോവയ്ക്ക കഴിക്കാത്തവരും കഴിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാട്ടോ. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു 1/4 കപ്പ് കപ്പലണ്ടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ കപ്പലണ്ടി ഒന്നങ്ങ് റോസ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. ഇത് ചെറിയ തീയിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ മതിയാവും. ഇതിന്റെ മെയിൻ ഐറ്റം ആട്ടോ ഈ കപ്പലണ്ടി ചേർക്കാതെ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. എന്നാൽ ഇതൊന്ന് ചേർക്കുമ്പോൾ ഒരു വ്യത്യസ്ത രുചിയിലാട്ടോ ഇത് കിട്ടുന്നത്. ഇപ്പൊ ഇതൊന്ന് റോസ്റ്റ് ആയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതങ്ങോട്ട് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് വെക്കാം കേട്ടോ. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒക്കെ വെളിച്ചെണ്ണ ഉണ്ടാവും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് ചെറുതായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും കളറൊന്നും മാറിയൊന്നും വരണ്ട. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതിയാവും കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഏതാണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഈ സമയം ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ നിങ്ങൾക്ക്, പക്ഷെ തക്കാളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഈ തക്കാളിയും കൂടെ ചേർത്ത് ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച നമ്മുടെ കോവയ്ക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും കേട്ടോ. ഈ കോവയ്ക്കയും കൂടെ ചേർത്ത് ഈ മസാലയായിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ കോവയ്ക്ക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയാട്ടോ കഴിക്കാനായിട്ട്. ഒരു വ്യത്യസ്ത രുചിയിലാട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. ഇത് നല്ലപോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കി അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ മസാലപ്പൊടിയായിട്ട് ഇതെല്ലാം അങ്ങ് യോജിപ്പിച്ച് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ കോവയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കോവയ്ക്കൊക്കെ അത്യാവശ്യം കുറച്ച് വേവുണ്ട്. അപ്പം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് വേണ്ടി വരും കേട്ടോ ഇതൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അത് അവിടെ ഇരുന്നങ്ങ് വെന്തോട്ടെ. ഇനി നമുക്ക് ഈ സമയം നമ്മുടെ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അതിനി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊഴിച്ച വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കും. ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് നമ്മുടെ കപ്പലണ്ടിയുടെ പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രുചിയുടെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാട്ടോ. അപ്പൊ പിന്നെ എല്ലാവരും ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു അടാറ് റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.